രാജ്യമൊട്ടാകെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ സൈന്യത്തെയും വളരെയധികം പ്രശംസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുത്തു എന്നതല്ല, എങ്ങനെ കൊടുത്തു എന്നതിലാണ് ഏറ്റവും അധികം ആളുകൾ വളരെയധികം തൃപ്തരായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് ഓപ്പറേഷന് കൊടുത്ത പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് വെച്ചാൽ ഈ ഭീകരവാദികളിൽ ഒരാൾ ഈ സ്ത്രീകളിൽ ഒരാളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു കളഞ്ഞിട്ട് നിന്റെ മോദിയോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഭയം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ ഒരു ഭീകരാക്രമണത്തിന്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ മോദിയോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ മോദിയോടെന്ന് പറയുമ്പം നമ്മൾ ആ വ്യക്തിയെ മാത്രം കാണണ്ട, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാർ കൊല ചെയ്യപ്പെടുന്നു. പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെക്കുന്നത്. ഹെഡിലാണ് കൂടുതൽ പേർക്കും വെടികൊണ്ടിട്ടുള്ളത്. കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആ സ്ത്രീകളോട് പറയാണ് നിങ്ങളുടെ ഭരണാധികാരിയോട് അല്ലെങ്കിൽ മോദിയോട് പോയി പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകണം മോദിയോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരി വിചാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് 2008 അജ്മൽ കസബിന് അന്ന് പരിശീലനം കൊടുത്ത തീവ്രവാദ ക്യാമ്പുകളടക്കം സകലതും, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4ഓളം സ്ഥലങ്ങൾ പാകിസ്ഥാന്റെ ഒഫീഷ്യൽ അതിർത്തിക്കുള്ളിലാണ്, പാക് അധീന കാശ്മീരിലല്ല. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്രമണം, നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. വീണ്ടും നമ്മൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനം ഇന്ത്യ എടുക്കുന്നത് അവിടെ നിന്നാണ്. ഇനി ഇന്ത്യൻ സൈന്യത്തിന്റെ കാര്യം പറയേണ്ടതില്ല. നരേന്ദ്രമോദി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ചെയ്തോളൂ എന്നൊരു വാക്ക് മതി ഇന്ത്യൻ സൈന്യത്തിന്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി, ബാക്കി പണി അവരെടുത്തോളും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷെ ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് നമ്മൾ ചർച്ചയാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഈ മിഷനിൽ നാരീശക്തിയുടെ പ്രകടനം കൂടി ഇന്ത്യ കാണിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യയിലെ സ്ത്രീകളുടെ ശക്തിയാണ് കാണിച്ചു കൊടുത്തത്. സ്ത്രീകളെയാണ് സത്യത്തിൽ ഇവിടെ ഈ ഭീകരവാദികൾ ഭയപ്പെടുത്തിയത്. അപ്പോൾ ആ ഭീകരവാദികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് സ്ത്രീകളാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എത്ര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇതെല്ലാം തീരുമാനിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ 2 സ്ത്രീകളെയാണെന്ന് സൈന്യത്തിന്റെ വക്താക്കളായിട്ട് കണ്ടത്, അല്ലേ? അഭിമാനത്തോടു കൂടി നമ്മൾ കണ്ട നമ്മുടെ വിംഗ് കമാൻഡറായിട്ടുള്ള വ്യോമിക സിംഗും അതുപോലെ കേണൽ സോഫിയ ഖുറേഷിയും, ഇരുവരുമാണ് എന്തായിരുന്നു സൈനിക ആക്രമണം, എവിടെയാണത് നടന്നത് എന്നതിനെ കുറിച്ച് വിശദീകരണം നൽകാനായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. 26 വനിതകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചതിന്റെ തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ടുള്ള 2 വനിതാ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. മാത്രമല്ല, ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അജ്മൽ കസബിനെയും ഡേവിഡ് ഹെഡ്ലിയെയും പരിശീലിപ്പിച്ച തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ വനിതാ കമാൻഡർമാരുടെ നേതൃത്വത്തിലാണെന്നാണ് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ ശക്തമായ രീതിയിലുള്ള ഒരു മറുപടി പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ഭീതിയുണ്ട് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട്. അതിന് അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായ മറുപടി അതാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ നമ്മുടെ രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ തിരിച്ചടിക്ക് ആ ഒരു തിരിച്ചടി അനിവാര്യമായിരുന്നുവെന്നും അത് ആവേശത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അഭിമാനത്തോടു കൂടി അദ്ദേഹം പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി സമയത്ത് അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഖാർഗെ കാണിച്ച ഒരു ബുദ്ധിമോശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പോഴുണ്ടായില്ല. നമുക്ക് രാഷ്ട്രീയം പറയാം, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാം. രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യം നേരിടുന്ന സമയത്ത് പറയേണ്ട കാര്യങ്ങളല്ല അത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ ഒക്കെ നമുക്ക് വേറെ സമയമുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാന് മറുപടി കൊടുക്കേണ്ട സമയമാണ്. ആ മറുപടിയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കൊടുത്തത്. അതിൽ നമ്മുടെ രാജ്യത്തെ നാരീശക്തിയുടെ ഒരു പ്രകടനം കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.